പാലക്കാട് വല്ലപ്പുഴയിൽ ഫുട്ബോൾ മത്സരത്തിനിടെ ഗാലറി തകർന്ന സംഭവത്തിൽ സംഘാടകർക്കെതിരെ കേസ്. പരിധിയിൽ കൂടുതൽ ആളുകളെ പ്രവേശിപ്പിച്ചതിനാണ് കേസ്. 70ഓളം പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, ഈ ദൃശ്യങ്ങൾ ആദ്യം പുറത്തു വരുമ്പോൾ തന്നെ നമുക്ക് കണ്ടാൽ അറിയാം, ചെറിയൊരു സ്ഥലം താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ഗാലറി. പക്ഷേ ആ ഗാലറിയിൽ അതിന് താങ്ങാവുന്നതിലും എത്രയോ മടങ്ങ് ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ സംഘാടകരുടെ ഭാഗത്തുനിന്ന് കാര്യമായൊരു വീഴ്ച ഉണ്ടായി എന്ന നിഗമനത്തിൽ തന്നെയാണോ പോലീസ്? തീർച്ചയായും ശ്രീജ, അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ സംഘാടകർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. അതായത് 70ഓളം പേർക്കാണ് പരിക്കേറ്റിരുന്നത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. അതായത് ഒരാളുടെ നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റു, ഒരാളുടെ കാലിനും പൊട്ടലുണ്ട്. ഇവരുടെ മൊഴിപ്രകാരമാണ് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. ഈ ഗാലറി, താൽക്കാലികമായി കെട്ടിയ ഗാലറിയുടെ ഭാരം അത് പരിഗണിച്ചില്ല, പരിധിയിൽ കൂടുതൽ ആളുകളെ കയറ്റി. ഇതൊക്കെയാണ് FIRലെ പ്രധാന പരാമർശങ്ങൾ. ഒപ്പം തന്നെ നേരത്തെ ഈ PWD ഓവർസിയർ വന്ന് ഈ ഗാലറിയുടെ ഉറപ്പ് അത് പരിശോധിച്ചിരുന്നു. അതിനുശേഷമാണ് അനുമതി നൽകിയത്. എന്നാൽ ആ അനുമതിയിൽ കൂടുതൽ ആളുകളെയാണ് ഇവർ പ്രവേശിപ്പിച്ചത്. അല്ലെങ്കിൽ ആ ഒരു അനുമതി അതിനെ കബളിപ്പിക്കുന്ന തരത്തിലാണ് പിന്നീട് ഈ മത്സരം നടന്ന സമയത്ത് ഗാലറിയിൽ ആളുകളെ പ്രവേശിപ്പിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും 60ഓളം പേർ ഇപ്പോഴും വിവിധ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ പരിക്കുകൾ ഗുരുതരമല്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സംഘാടകരുടെ ഭാഗത്ത് നിന്നുണ്ടായ വലിയൊരു വീഴ്ചയാണ്. കാരണം ഈ ആളുകളുടെ സുരക്ഷ ഉറപ്പാക്കാതെ ഈ ഗാലറിയുടെ ബലം അതിനെ പരിഗണിച്ചില്ല. അങ്ങനെയാണ് കൂടുതൽ ആളുകളെ കയറ്റിയത്. ഇത്തരം വലിയൊരു അപകടത്തിലേക്ക് നയിച്ചത്. അത് തീർത്തും സംഘാടകരുടെ ഭാഗത്ത് നിന്നുണ്ടായ പിഴവ് ആണ് എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും. ഈ ഗുരുതരമായി പരിക്ക് പറ്റിയ 2 പേരാണ് ഈ പോലീസ് ഇവർക്കെതിരെ മൊഴി നൽകിയതും. ശ്രീജ, ശരി, ഷംനയാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന്.